അപ്പോൾ എന്താണ് നമ്മുടെ വാട്സപ്പിൽ എങ്ങനെ ആൻറ്റി എഡിറ്റ് മെസ്സേജ് നമുക്ക് ചെയ്യാൻ നമുക്ക് കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് നമ്മുടെ ഒരു വാട്സപ്പിൽ ഞാനൊരു വേറൊരു വാട്സപ്പിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാണ് വെച്ചാൽ ഞാൻ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മറ്റേ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് അതേ മെസ്സേജ് ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് നമുക്കിവിടെ ആ മെസ്സേജ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് മെസ്സേജ് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് അപ്പം ഹലോ എന്ന് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ പഴയ വാട്സപ്പ് എടുക്കുന്നു, വന്നിട്ട് ഈ ഹലോ എന്ന് അടിച്ച മെസ്സേജ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ജസ്റ്റ് ഹായ് എന്ന് അയക്കുകയാണ്. അപ്പം ഹായ് എന്ന് അയച്ച് നമ്മൾ ജസ്റ്റ് ഇത് എഡിറ്റിട്ട് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പം വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എഡിറ്റിട്ട് കാണിക്കാണ്ട്. അപ്പം ജസ്റ്റ് അങ്ങനെ ആൻറ്റി എഡിറ്റ് നമുക്ക് കേട്ടാണ്. അപ്പോൾ ജസ്റ്റ് MT ആദ്യം എടുക്കാൻ, എന്നിട്ട് നമുക്ക് എന്താണ് ഞാൻ ഫയൽ ആഡ് ചെയ്തേക്കാം. നമുക്ക് ആഡ് ചെയ്യാനുള്ള ഫയൽ, അപ്പം ആ ഫയൽ ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കി വെച്ചേക്കാം. പിന്നെ MT മാനേജർ എടുക്കുക. MT മാനേജർ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ എന്താണ് എഡിറ്റ് ചെയ്ത് നമുക്ക് ഫീച്ചർ കയറ്റാനുള്ള വാട്സപ്പ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ നമ്മുടെ രീതി വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പം നമ്മുടെ വാട്സപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് വ്യൂ കൊടുക്കുക. അപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ക്ലാസ്സസ് സെലക്ട് ചെയ്യുക, ഓൾ കൊടുക്കുക, എന്നിട്ട് എക്സ്ട്രാക്ട് എടുക്കുക. അപ്പം നമുക്ക് എന്താണ് നമുക്ക് എല്ലാം ഓപ്പൺ ആയിരുന്നേക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കോം എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അപ്പോൾ ഇമ്പോർട്ടിൻ്റെ അകത്ത് പോയിട്ട് നമ്മുടെ ഫയൽ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്മാലിക്കകത്ത് ആൻറ്റി എഡിറ്റ് മെസ്സേജ് എന്നൊരു ഫയലുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്നിട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് ക്ലാസ്സസ് 6 കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പം ഇങ്ങനെ ആഡഡ് ആയിട്ടുണ്ട് ഫയൽ. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ സെർച്ച് ഓപ്ഷനിൽ വന്നിട്ട് ജസ്റ്റ് നമുക്ക് എന്താണ് നമ്മുടെ NDVPയിൽ കോഡ്സ് നമ്മുടെ ആഡ് സ്മൈൽ എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ കോഡ് ഒറിജിനൽ തൊട്ട് റിസൾട്ട് ഡോട്ട് വരെ ജസ്റ്റ് സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യട്ടെ കേസ്. അപ്പം നമുക്ക് ആ കോഡ് ഫസ്റ്റ് കൊടുത്തേക്കുന്ന കോഡാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താണ് നോക്കാം മൊത്തം ഉണ്ടോ നോക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ എന്താണ് സ്ട്രിങ്ങിലേക്ക് നിന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പം ജസ്റ്റ് ഒരു റിസൾട്ട് ഇവിടെ വരുന്നതായിരിക്കും. അപ്പം സ്ട്രിങ്ങിലിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു റിസൾട്ട്, പിന്നെ അവിടെ കറൻറ്റ് റിസൾട്ട് സെർച്ചിങ് കറൻറ്റ് റിസൾട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ കോഡ്സിലേക്ക് പോയിട്ട് അതിൻ്റെ തൊട്ടടിയിൽ കൊടുത്തേക്കുന്ന ഒരു കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം റിസൾട്ട് V4 വഴി ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ഒന്ന് പേസ്റ്റ് ചെയ്യുക. എന്താണ് റിസൾട്ട് കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് സ്മാലിയിൽ കഴിഞ്ഞപ്പോൾ നമുക്ക് സെർച്ച് ടൈപ്പ് സ്മാലി ഇട്ടിട്ടോ ജസ്റ്റ് നോക്കിയെടുക്കുക. അപ്പം ഒരു 3 റിസൾട്ട് അല്ലെങ്കിൽ 4 റിസൾട്ട് വരുന്നത്. അപ്പം A90 190 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും എടുക്കുക. അപ്പോൾ അതിൻ്റെ താഴെ ജസ്റ്റ് നമുക്ക് റിസൾട്ടിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഇട്ടൊന്ന് സ്പേസ് വയ്ക്കാം. എന്നിട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ ജസ്റ്റ് ഈ കോഡ് നമ്മൾ കൊടുത്തേക്കുന്നതിൻ്റെ ഇവിടെ ഏറ്റവും അടിയിൽ അവസാനം ഒരു കോഡുകൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇവിടെ തിരിച്ച് വന്നിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം പേസ്റ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കോഡായിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ഫയലിൻ്റെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് ആ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കേസ്. അപ്പം ജസ്റ്റ് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അത് എടുക്കുക. നമ്മുടെ എന്താണ് നമുക്ക് നേരത്തെ റിസൾട്ട് കട്ട് ചെയ്യേണ്ട അകത്ത് നമുക്കൊരു ഓപ്ഷൻ വരുന്നുണ്ട് V0 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ VX കൊടുത്തിട്ടുണ്ട്. അപ്പോൾ V0 ആക്കുക. പിന്നെ മേളിലേക്ക് പോകുമ്പോൾ V4 എന്നൊക്കെ ഇവിടെ കിടക്കുന്നത്. അപ്പം V4 എടുത്തിട്ട് V2 എന്ന് പറഞ്ഞ് 2 സ്ഥലത്തും V4 എന്ന് കൊടുക്കുക. ജസ്റ്റ് V4 ആക്കുക. പിന്നെ നമുക്ക് മേളിലൊരു യെല്ലോ കളറിലൊരു കോഡ് കാണും. ജസ്റ്റ് അത് മൊത്തം ഒന്ന് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് നമുക്കിവിടെ അടിയിൽ അതൊന്ന് റിപ്ലേസ് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ കോപ്പി ചെയ്ത് കൊടുത്ത കോഡ് അതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫോണിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്യുക. പിന്നെ സേവ് ചെയ്യുക. അത് ജസ്റ്റ് സ്ട്രിംഗ് ടെസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഗോ ടു ഒന്ന് പോയി നോക്കുക വർക്കാവുന്നുണ്ടോ. അപ്പം വർക്കാവുന്നുണ്ട് ദിവസം ബാക്ക് വരിക. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ആഡ് ചെയ്യാനുള്ളത് ആൻറ്റി എഡിറ്റ് മെസ്സേജ്. അപ്പോൾ ജസ്റ്റ് ബാക്ക് വന്ന് നമുക്ക് കമ്പയർ ചെയ്ത് സേവ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്താണ് ബാക്ക് വരുമ്പോഴത്തേന് നമുക്ക് അപ്ഡേറ്റ് വയ്ക്കുക. ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വെയിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുക. എന്നിട്ട് ജസ്റ്റ് നേരെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം കേസ്. അപ്പം ബാക്ക് വന്നിട്ട് ജസ്റ്റ് നമുക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ടൈം എടുക്കും. നമുക്കപ്പം കോഡ് കൊടുത്തേക്കുന്ന പോലെയാണ്. അപ്പം ഞാൻ ആ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് എങ്ങനെയാണ് റിപ്ലേസ് ചെയ്യേണ്ടത്. അപ്പം ജസ്റ്റ് അത് നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് അനുസരിച്ച് ജസ്റ്റ് റിപ്ലേസ് ചെയ്യുക. പിന്നെ അപ്പം എന്താണ് നമ്മുടെ ഇത് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചിട്ട് നമ്മുടെ നേരത്തെ മെസ്സേജ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ പഴയതുപോലെ തന്നെ വാട്സപ്പിൽ കൊണ്ടൊരു മെസ്സേജ് ജസ്റ്റ് ഒന്ന് അയച്ച് കാണിച്ചിട്ട് അപ്പം ജസ്റ്റ് ഇവിടെ ആൻറ്റി എഡിറ്റ് മെസ്സേജ് എന്നൊരു ഓപ്ഷൻ ഞാനിവിടെ കാണിച്ചിരുന്നു. ആൻറ്റി എഡിറ്റ് മെസ്സേജ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ഇവിടെ നിന്ന് സെൻഡ് ചെയ്യണം. അപ്പം മറ്റേ വാട്സപ്പ് വന്നിട്ട് ജസ്റ്റ് അത് കാണാൻ നോക്കുമ്പോൾ മെസ്സേജ് വന്നിട്ട് നമുക്ക് ഞാൻ മെസ്സേജ് എഡിറ്റ് ചെയ്യാൻ ചോദിച്ചപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക, എഡിറ്റ് കൊടുക്കാം. എഡിറ്റിൻ്റെ അവിടെ ആൻറ്റി എഡിറ്റ് മെസ്സേജ് എന്താണെന്ന് നമുക്കിവിടെ ജസ്റ്റ് ഫിക്സ്ഡ് 100% ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കയറ്റ് ചെയ്യണം. അപ്പം ഫിക്സ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ സെൻഡ് ചെയ്യുക. അപ്പം ഇവിടെ കേസ് ഇവിടെ സെൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും മെസ്സേജ് ബിഫോർ എഡിറ്റിങ് മെസ്സേജ് സെൻഡ് ചെയ്ത മെസ്സേജ് ബിഫോർ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞ മെസ്സേജ് ഏതാണെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ പക്ക വർക്കിംഗ് ആയിട്ടുള്ള ട്രിക്കാണ്. അപ്പം എന്താണ് കേസ് എല്ലാം വർക്കിംഗ് ആണ്. 100% നമുക്ക് വർക്കിംഗ് ആയിട്ടുള്ളൊരു ട്രിക്കാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. അപ്പം എല്ലാവരുടെ അടുത്ത് യൂസ് ചെയ്ത് നോക്കുക. എല്ലാവരും ആഡ് ചെയ്യാനുള്ളവർക്ക് ആഡ് ചെയ്യുക. കോഡ് ചെയ്യാൻ എവിടെയെങ്കിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഓക്കെ.